हाँ, हमारा गांव का आदमी बहुत केरला में काम करते हैं। എവിടെയാ വർക്ക് ചെയ്ത്? ഇവിടുത്തെ പട്ടിയാണ് ഇത് ചിങ്കു. നോക്കിയ റോഡിന് നടുക്ക് വന്ന് കിടക്കാട്ടോ. ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് ആട്ടോ കാണുന്നത്. ഇത് അഞ്ജുവിന്റെ സൈക്കിൾ. നമ്മളിപ്പോ ഇവിടെ ഒരു ഗ്രാമത്തിലാട്ടുള്ളത്. ഈ ഗാവ് കാ നാം ക്യാ ഹൈ? It's big one. For boys, it's the small one. Okay. ഈ ഒരു വഴിക്കൂടെ കേട്ടോ പോകുന്നത്. തെങ്ങൊക്കെ ഉണ്ട് ഇവിടെ. ഹായ്. നാം ക്യാ ഹൈ? ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ ആസാമിലുള്ള ഉള്ളിലുള്ള ഒരു ഗ്രാമത്തിലാട്ടോ ഉള്ളത്. അങ്ങനെ ആരും വരാത്ത ചില വഴികളൊക്കെയാണ്. ഇത് പുതുതായിട്ട് നിർമ്മിച്ച റോഡാണ്. അപ്പോൾ നിങ്ങൾക്ക് അടിപൊളി റോഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ വന്ന കാഴ്ചകളും ഞങ്ങൾ ഇന്നലെ ഒരു ഗ്രാമത്തിലെ ഒരു വീട്ടിലൊക്കെ ആയിരുന്നു നിന്നത്. നല്ല അടിപൊളിയായിരുന്നു ആൾക്കാരൊക്കെ. ആ വീഡിയോ ഒക്കെ കാണണമെങ്കിൽ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടേക്ക് എങ്ങനെ എത്തിയെന്നൊക്കെ മനസ്സിലാവും. അപ്പോൾ നമ്മൾ പുതിയൊരു യാത്രയിലാണ്, അരുണാചൽ പ്രദേശിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഭൂട്ടാൻ ബോർഡറിലേക്ക് പോയിട്ട് അവിടെ നിന്നിട്ട് നാളെ ഭൂട്ടാൻ കണ്ടിട്ട് അതിനുശേഷമായിരിക്കും നമ്മൾ അരുണാചലിലേക്ക് പോകാൻ പോകുന്നത്. അപ്പോൾ നല്ല അടിപൊളി ഗ്രാമ കാഴ്ചകളൊക്കെ ഈ വീഡിയോയിൽ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് യെസ്. അഞ്ചു ഇതാ മാസ്ക് ഒക്കെ വെച്ച് ഡോൺ ആയിട്ടുണ്ട്. എന്താ ഈ ഒരു റോഡിൽ കൂടിയാട്ടോ നമ്മളെ യാത്ര. നല്ല അടിപൊളി റോഡാണ്, പുതുതായിട്ട് പണിതാട്ടോ. ഇടയ്ക്ക് മാത്രം ഒരു ഓഫ് റോഡ് വരുന്നുണ്ട്. ഗ്രാമങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ചെക്കിറ്റ് കുറേ ഗ്രാമ കാഴ്ചകൾ കാണാൻ പറ്റും. ഇവിടെ എല്ലാ സ്ഥലത്തും ഇതേപോലെ പോണ്ടുണ്ട് കേട്ടോ. ഇവരെ വെള്ളം വാഷ് ചെയ്യുന്നതും പിന്നെ മീനെ വളർത്തുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു കുളങ്ങളാണ് ആ കാണുന്നത്. ഇതുപോലത്തെ വീടൊക്കെ ആട്ടോ കുറേ ഉള്ളത്. ശരിക്കും ഇവിടെ ഭൂകമ്പം ഉണ്ടാകുന്നത് കൊണ്ടാണ് ഭൂചലനം ഇടയ്ക്കിടയ്ക്ക്. അതുകൊണ്ടാണ് ഈ ഒരു ഷീറ്റ് വെച്ചിട്ടുള്ള വീട് വരെ നിർമ്മിച്ചിരിക്കുന്നത്. കാരണം അഥവാ ഭൂചലനം ഉണ്ടായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറേ ഇങ്ങനത്തെ മുളക്കാടുകളൊക്കെ കാണാൻ പറ്റും. നമ്മൾ യാത്ര മുന്നോട്ടേക്ക് പോവുകയാണ്. ഇന്നലെ ഇതാ ഇവിടെ എത്താം കേട്ടോ. നമ്മൾ ചോദിച്ചത് ടെൻ്റ് അടിക്കാൻ പറ്റുമെന്ന്. ഇവിടെ നിന്നാണ് നമ്മളെ ആ ചേട്ടൻ കൂട്ടിക്കൊണ്ടുപോയത്. പുള്ളി ടീച്ചറാട്ടോ ഇവിടെ. ഇതാ ഈ ഒരു സ്ഥലത്തായിരുന്നു ചോദിച്ചത് നമ്മളിന്നല്ല. എന്നിട്ട് ഇവിടെ നിൽക്കാണ്ട് പുള്ളി ചേട്ടനെ ഓൺ സ്പോട്ടിൽ വന്നിട്ട് വാ നമ്മളെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് വേഗം കൂട്ടിക്കൊണ്ടുപോയതാട്ടോ. ഒരു ചോട്ട സൈക്കിളിൻ്റെ ബേക്കിൽ പോകാൻ നോക്കിക്ക് അമ്മേനെ പിടിച്ച് പോവാട്ടോ. സ്കൂളിലേക്ക് പോകുന്നൊരു കാഴ്ചയാട്ടോ ഇത്. ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് ആട്ടോ കാണുന്നത്. ഇത് അഞ്ജുവിൻ്റെ സൈക്കിളിന് മുമ്പിൽ വന്നിട്ട് വിടുന്നില്ലാന്ന്. ഇതാ കണ്ടോ. ആ എടുത്തോ സീനാണല്ലോ. സൂയിസൈഡ് അറ്റംപ്റ്റ് ആട്ടോ. കുഞ്ഞു പൂച്ച ഒച്ചയുണ്ടാക്കുക ഭയങ്കരമായിട്ട്. അഞ്ചു പേടിച്ചു പോയി. ഇതൊക്കെ ഇവിടെ നിൽക്കുക. വണ്ടി കയറുക അതാണെങ്കിൽ പോകുന്നുമില്ല. അവിടെ ഞാൻ നിന്നുകൊണ്ടിരിക്കുക. ഇവിടുത്തെ ഒരു വഴിയാട്ടോ ഇത്. ഞാൻ കുറേ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. ഇതുപോലത്തെ വീട്ടിലേക്ക് പോകാനായിട്ട് അവർ മുള കൊണ്ട് നിർമ്മിച്ച പാലങ്ങളാണ്. ഇങ്ങനെ ഒരു വെള്ളം ഒഴുകി പോകുന്നൊരു വഴിയുണ്ട് അവിടെ ആട്ടോ. ആ വെള്ളം ഒഴുകി പോകുന്ന വഴി എന്നല്ല പറയുന്നത്. പിന്നെന്താ പറയാ, അതെന്താ ഇപ്പുറത്തെ ഭാഗത്ത് നോക്കിയേ പുതിയ വീട് നിർമ്മിക്കുക കേട്ടോ അവര് പഴയ വീടാന്ന് തോന്നുന്നുണ്ട്. ഇവിടെയും കണ്ടോ ആ പാലം. എന്ത് രസാലേ. മുള കൊണ്ടാട്ടോ ഫുള്ള് നിർമ്മിച്ചിരിക്കുന്നത്. ബൈക്കൊക്കെ പോകും അതിൻ്റെ മുകളിൽ കൂടി. ഗ്രാമങ്ങൾ ഇവിടെ മൊത്തം കൊയ്ത്ത് കഴിഞ്ഞ വയലുകളാട്ടോ കാണാൻ പറ്റുന്നത്. ഇവിടെ പച്ചപ്പുണ്ടായിരുന്നെങ്കിൽ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട്. പച്ചപ്പില്ല, അതുകൊണ്ട് തന്നെ കാണിച്ചു തരാൻ പറ്റില്ല. ഇവിടെ ആകെ പോകുന്ന വണ്ടി ഇതുപോലത്തെ ട്രക്കുകളൊക്കെയാണ്. പിന്നെ ചെറിയ ഓട്ടോകളൊക്കെ. ഇതൊക്കെ ഗ്രാമത്തിൻ്റെ ഉള്ളിലോട്ടേക്ക് പോകാനുള്ള വഴികളാണ്. നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട് കൈ കാണിച്ചാട്ടോ. ഈ ചേട്ടൻ കേരളത്തിലാട്ടോ വർക്ക് ചെയ്യുന്നത്. കേരളത്തിൽ इधर कितना तो हमारा गांव का आदमी बहुत केरला में काम करते हैं. वो ज्यादा लोग. हाँ ज्यादा लोग. मलयालम കുറച്ച് थैंक यू. एक गांव का नाम क्या है? ഹത്തിബണ്ട. ഉഡൽഗുരി ഡിസ്ട്രിക്ട്. ആ ഉഡൽഗുരി ആസാമിലെ ഉഡൽഗുരി ഡിസ്ട്രിക്റ്റിലുള്ള ഹത്തിബണ്ട എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലാട്ടോ ഉള്ളത്. ഇവിടുത്തെ കുറെ ആൾക്കാർ അതേപോലെ കേരളത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അഭി ज्यादा लोग इधर ही है और उधर ही है केरला में. अभी तो सब लोग आया है. अभी सीजन है ना. अभी अप्रैल के बाद जाएगा. ओ अभी एक फेस्टिवल शिवरात्रि इसलिए है. शिवरात्रि भी है और
बाकी बिहू भी चलेगा ना अप्रैल में बिहू चलता है ना इसलिए आया ഇവിടെ ഒരു ഫെസ്റ്റിവൽ ആട്ടോ ബിഹുവിലെ ഏപ്രിൽ നടക്കുന്ന ഒരു ഫെസ്റ്റിവൽ ഓ ഉദരി കേരള में उस समय विशु आएंगे विशु उस समय आएंगे ഇവിടെ ചെറിയൊരു കടയൊക്കെ ഉണ്ട് കുറെ സ്ത്രീകളൊക്കെ ഉണ്ട് ഈ ട്രഡീഷണൽ ഡ്രസ് ट्रेडिशनल ड्रेस ये है गांव का है लोकल ഗ്രാമ गांव में पहनता है ഓക്കെ ഈ ഒരു ഡ്രസ്സ് ഇവിടുത്തെ ഗ്രാമത്തിലുള്ള ആൾക്കാർ ഇടുന്ന ഒരു ഡ്രസ്സാട്ടോ മലയാളം അപ്പുറത്തേക്ക് വിളിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ചെന്നോക്കട്ടെ സുഖം കേരള എവിടെയാ വർക്ക് ചെയ്ത് പത്തനംതിട്ട ഓക്കെ മലയാളം പറയുന്നത് അഭി ഇതൊരു छुट्टी में आया ഓക്കെ കൊറേ ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ മലയാളം പറയുന്നത് ഇതൊക്കെ ज्यादा लोग इधर ही है ना ओ हाय ये इधर का लोकल ट्रेडिशनल ड्रेस ഓക്കെ ട്രഡീഷണൽ ഡ്രസ്സാട്ടെ ഇവിടുത്തെ പുള്ളിയുടെ വൈഫാണ് ഇവിടെ ചെറിയൊരു ഷോപ്പാട്ടെ വരുന്നത് നോക്കിയേ ഇവരൊരു സൈക്കിളുണ്ടോ ഇങ്ങനത്തെ ലേഡി സൈക്കിൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അവിടെ കുറെ ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഇതാ ഇത് വലിയൊരു ട്രക്കൊക്കെ നിർത്തും ഇപ്പം ഇവിടെ റോഡിന്റെ പണി നടത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ കുറെ ട്രക്കൊക്കെ വരുന്നുണ്ട് ടിങ്കു ചിങ്കു ഇവിടുത്തെ പട്ടിയാണ് ഇത് ചിങ്കു നോക്കിയാ റോഡിന് നടുക്ക് വന്ന് കിടക്കാട്ടോ മലയാളം അറിയോ പട്ടിക്കും മലയാളം അറിയുന്നതാണ് ചിങ്കു ചിങ്കു വാ 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 അവളെ പോയി കടി എന്താ ഇവരൊക്കെ അവിടെ പോയി അവിടെ മീൻ വെട്ടുന്ന ഒരു സ്ഥലം കേട്ടോ മറ്റേ മീനല്ലാതെ അത് ചിക്കൻ ആണ് ചിക്കനാണോ ചിക്കൻ വെട്ടുന്ന ഒരു സ്ഥലം കേട്ടോ ലേഡീസ് തന്നെയല്ലേ ഓക്കെ അവിടെ അങ്ങോട്ടേക്ക് എന്താ നടക്കുന്നത് വീഡിയോ എടുക്കുന്നതിനെ കൊണ്ട് അങ്ങോട്ട് പോകേണ്ടതാ ഇവരൊക്കെ കേരളത്തിൽ വർക്ക് ചെയ്യാട്ടെ പുള്ളി കൊറേ വർഷം വർക്ക് ചെയ്തിട്ടുണ്ട് മലയാളം അച്ചാസേമല്ലോ കൊറേ ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ അപ്പൊ നമ്മള് ചായയൊക്കെ കുടിച്ചിട്ട് ചേട്ടൻ്റെ ഇടയ്ക്ക് ഭയങ്കര കേട്ടോ അതേപോലെ ഇവിടുത്തെ വേറൊരു ചേട്ടനും കൂടി ഉണ്ട് ഇവർ തന്നെ ഹോട്ടലാണ് ഇവർ പണിയൊക്കെ നിർത്തിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നാണ് കാണുന്നില്ല ഇതാ ഇവിടെ ഉണ്ട് ബായ് നമ്മളിവിടെ നിന്ന് പോവാട്ടോ ഓക്കെ ബായ് ഇവിടെ നമ്മൾ വന്ന സ്ഥലത്തില്ലേ ഇന്നലെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 9 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകരുത് ഇവിടുത്തെ ടീം ഇച്ചിരി പെശകാന്ന് അല്ലേ അതായത് ഇവിടെ 2 വിഭാഗം ആൾക്കാരുണ്ട് ഈ ബോഡോ എന്ന് പറഞ്ഞ ട്രൈബ്സും നമ്മൾ ആദ്യം ഒരു സ്ഥലത്ത് പോയി നിന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ആസാമീസ് എന്ന് പറഞ്ഞ ആൾക്കാരും ആസാമീസ് കുറച്ചും കൂടി ഉയർന്ന തരത്തിലുള്ളതാണെന്ന് തോന്നുന്നുണ്ട് ബോഡോ ട്രൈബൽ വിഭാഗമാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കണ്ട ആൾക്കാരില്ലേ നമ്മളോട് സംസാരിച്ച് ചായയൊക്കെ മേടിച്ച് തന്നെ അവർ ഈ എന്താ പറയുക ബോഡോൻ്റെ ആൾക്കാരാണ് അവർ മുണ്ടെടുത്ത രീതിയും ഗേൾസിൻ്റെ ഡ്രസ്സും അതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ അവരുടെ മുഖത്തിൻ്റെ ഷേപ്പും അതൊക്കെ നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അവർ നമ്മളോട് നല്ല രീതിയിലാട്ടോ പെരുമാറുന്നത് നമ്മൾ ആദ്യം പോയപ്പോൾ മറ്റേ ഭൂട്ടാൻ ബോർഡറിൽ പോയപ്പോൾ ഉള്ള വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിലൊക്കെ നമ്മൾ നല്ല രീതിയിൽ പെരുമാറി നല്ല രീതിയിലാട്ടോ ഇതാകുന്നത് ഇവരൊക്കെ ഇങ്ങനെ പുറത്ത് പോയിട്ട് ജോലി ചെയ്യും ഈ ബോർഡോൻ്റെ ആൾക്കാർ കുറേ ആൾക്കാർ ഇവിടുത്തെ ആൾക്കാരെ പോലെയല്ല അതായത് നമ്മുടെ നാട്ടിൽ കേരളത്തിലത്തെ ആൾക്കാർ പുറത്ത് പോയി പണിയെടുക്കുന്നില്ലേ അങ്ങനെ പറയാൻ പറ്റില്ല അങ്ങനെയല്ല അതായത് ആസാമീസ് എന്ന് പറഞ്ഞാൽ അധികം ആൾക്കാർ പുറത്തൊന്നും പോവില്ല ഈ ഗൾഫിലൊക്കെ പോയാലായി പിന്നെ കേരളത്തിൽ മിക്കൊന്നും വരുന്നത് ഈ ബോഡോ ട്രൈബൽസിൻ്റെ ആൾക്കാരാട്ടോ അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം നല്ല രീതിയിൽ ഐഡിയ ഉണ്ട് നമ്മളെങ്ങനെയാണെന്നൊക്കെ നമ്മൾ നല്ല രീതിയിൽ കാര്യമായിട്ട് എടുത്ത് ചില ആൾക്കാരായിരിക്കും മോശം ഉണ്ടാവും നമ്മൾ ഇതുവരെ അറിയില്ല ഇതുവരെ ആരും കണ്ടിട്ടില്ല അങ്ങനെ മോശമായിട്ട് പെരുമാറുന്നൊന്നും നമ്മൾ യാത്ര ചെയ്താൽ അവിടെ നിന്നൊക്കെ വിട്ടിട്ട് ഒരു ഗ്രാമത്തിൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ് കേട്ടോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ കടകളൊക്കെയാണ് ഈ കാണുന്നത് ഗ്യാസ് നോക്കിക്കേ വണ്ടിയിൽ വെച്ചിട്ടുണ്ടോന്ന് ഫുള്ള് മറ്റേ കവുങ്ങിൻ്റെ തോട്ടൊക്കെ കേട്ടോ ആ ടക്കാട്ടോ പോകുന്നത് അവിടെ നിർത്തിയിട്ടാണ്ടേ ഇവിടെ സ്കൂളിൽ ക്രിക്കറ്റ് കളിയാണ് അതാ ചെക്കന്മാരൊക്കെ അടിച്ച് കളിക്കുക ഹായ് പിള്ളേരൊക്കെ കേട്ട് കേട്ടോ തങ്കളാന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൗണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഇത് 5 അവിടെ നിൽക്കുന്നുണ്ടോ റോഡാണിത് നമ്മൾ അവിടെ നിന്ന് വന്ന റോഡൊക്കെ മാറിയിട്ട് ഇപ്പം പുതിയ പണിതുകൊണ്ടിരിക്കാറ്റാന്ന് തോന്നുന്നുണ്ട് ഫുൾ ഓഫ് റോഡാട്ടോ വണ്ടിയൊക്കെ നീങ്ങുന്നതാണോ പറയും വെള്ളം ഇങ്ങനെ ഇട്ടിക്കാട്ടോ പൊടി മാറാതിരിക്കാൻ വേണ്ടിയിട്ട്
ഫുള്ള് ചളിക്കൊണ്ട് പോലെ ആയിട്ടുണ്ട് റോഡ്. ഈ വെള്ളം കൂടി ആക്കുമ്പോഴത്തേക്ക് നമ്മൾ സൈക്കിളിൻ്റെ മുകളിൽ തിരിച്ചടിക്കാട്ടോ. നമ്മൾ ബാഗിൻ്റെ മുകളൊക്കെ ചളിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് പോയിട്ട് വേണം, ഗ്യാസിൻ്റെ ഒരു സ്ഥലമുണ്ട്, അവിടെ ഒന്ന് റീഫിൽ ചെയ്യിക്കാൻ വേണ്ടി പോകണം. ഗ്യാസ് തീർന്നെടുക്കണം. നമ്മളെ നോക്കി ബാഗൊക്കെ കിടക്കുന്ന ഫ്രണ്ടിൽ. ഇതൊക്കെ തങ്ങള ടൗണിൻ്റെ ഭാഗമാട്ടോ. നമ്മൾ കുറച്ച് ഉള്ളിൽ നിന്നൊക്കെ മാറി കുറച്ച് ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഗ്യാസ് റീഫിൽ ചെയ്യുന്ന സ്ഥലം ഒരു സ്ഥലത്തും കാണുന്നില്ല കേട്ടോ. ഇവിടെ കുറേ സ്ഥലത്ത് ഞാൻ ചോദിച്ചു, പക്ഷേ ഒരു സ്ഥലത്തൊന്നും റെഡി ആയിട്ടില്ല. ഫുൾ ഓഫ് റോഡാണ്, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാതിരുന്നത്. അതുപോലെ നല്ല റഷും ഉണ്ട്. മുമ്പ് നിന്നൊക്കെ വണ്ടി കട്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നേരെ എസ്കേപ്പ് ആയിട്ട് പോകണം. ഇവിടുന്ന് എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് വേണം പോകാനായിട്ട്. എന്തായാലും നോക്കട്ടെ. ഇവിടെ നോക്കിക്കേ, അടക്കയുടെ ഇതാട്ടോ, തൊലിയാണ് ഇത് ഉണക്കാണ്ടിരിക്കുന്നത്. റോഡിൻ്റെ ആ ഭാഗത്തും ഈ ഭാഗത്തും ഒക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ഗ്രാമമൊക്കെ വന്നു തുടങ്ങി. നമ്മൾ മെയിൻ ടൗൺ എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ ചെറിയ ഗ്രാമങ്ങളൊക്കെയുള്ള കടകളൊക്കെ നോക്കിക്കേ, ചെറിയ കടകളും ഗ്രാമ വീടുകളൊക്കെയുള്ള വഴിയിലൂടെ ആട്ടോ ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവിടെ കണ്ടതാണ് ഈ അടക്കയുടെ തൊലി ഇങ്ങനെ ഒഴിവാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ഉണക്കാൻ വെച്ചിരിക്കുകയാണ് ഇവർ. വേറെ എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കുമായിരിക്കും ഇതൊക്കെ. രണ്ട് സൈഡിലും ഇങ്ങനെ കുറേ ദൂരമായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നിട്ടുണ്ട്. ഇതൊക്കെ നോക്കിയാൽ ഗ്രാമങ്ങളൊക്കെ നോക്കിയാൽ അയ്യോ പിള്ളേരാട്ടോ അത്. കാറിൻ്റെ ഉള്ളിൽ നമ്മളെ കണ്ടപ്പോൾ തന്നെ മൂട് മാറി. ഇവിടെയൊക്കെ നോക്കിയാൽ റെയിൽവേ ഗേറ്റ് ആട്ടോ ഇത്. ചെറിയൊരു ഗേറ്റ് ഗ്രാമങ്ങളിലേക്കൊക്കെ പോകുന്നത്. വേറെ പ്രത്യേകത ഒരു സ്ഥലം വന്ന പോലെ. ഇതുവരെ ആസാമിൻ്റെ പല വഴി കൂടി നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഈ ഒരു ഗ്രാമങ്ങൾ നോക്കിക്കേ, ഇത് മറ്റേ മുള കൊണ്ടുള്ള വീട് തന്നെയാണ് കേട്ടോ. നമ്മളൊരു വീട്ടിൽ നിന്നില്ലായിരുന്നു, ആ ഒരു ടൈപ്പ് വീട് കാണാൻ പറ്റും. ഫുൾ കളിമണ്ണൊക്കെ വെച്ച് തേച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ റെയിൽവേ പാളത്തിൻ്റെ സൈഡിൽ കൂടിയുള്ള റോഡ് കൂടിയാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഗ്രാമം റോഡൊക്കെ കണ്ടോ, ചെറിയ റോഡും ഇടവഴികളൊക്കെ അല്ലേ. ഇവിടെ ഒരു സാധനം കാണിച്ചറിയാം ഞാനതായിട്ട് ഇങ്ങനത്തെ ഒരു ഗ്രാമത്തിൽ പെട്രോൾ പമ്പ് വന്നേ. അത് നയാരയുടെ ഒരു അടിപൊളി പെട്രോൾ പമ്പ്. എന്തായാലേ ഞങ്ങളിവിടെ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിലാണ് ഞങ്ങൾ ടോയ്ലറ്റിലൊക്കെ പോവാറ്. എനിക്ക് ഗ്രാമങ്ങളൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഗ്രാമങ്ങളാട്ടോ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നത്. വലിയ വലിയ ടൗണുകൾ വളരെ കുറവാണ്. ഞങ്ങൾ ടൗണൊക്കെ മാക്സിമം ഒഴിവാക്കിയിട്ട് ഗ്രാമങ്ങളിൽ കൂടി തന്നെയാട്ടോ പോകുന്നത്. എനിക്ക് ഫുള്ള് ഗ്രാമങ്ങൾ, ഓരോ ചെറിയ വീടുകളൊക്കെ കണ്ട് ആസ്വദിച്ചാട്ടോ പോകുന്നത്. ചില ആൾക്കാർ നോക്കുന്ന നേരം എന്താ പോലെയൊക്കെ തോന്നും, കാരണം അവർക്കറിയില്ല എന്തിനാണ് വരുന്നതെന്ന്. നമ്മളെ ബോർഡില്ലേ കേരള നേപ്പാൾ എന്നൊക്കെ, അത് വായിക്കാൻ പോലും അറിയാത്ത കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറാണ്. ചില ആൾക്കാർ ചോദിക്കുക ഇതൊക്കെ എന്ത് വിൽക്കാൻ വന്നതെന്നൊക്കെയാണ് ചോദിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മളിപ്പോൾ ഇവിടെ ഒരു ഗ്രാമത്തിലായിട്ടുള്ളത്. ഈ ഗാവ്ക്കാ നാം ക്യാ ഹൈ? ബഗരി ബാഗി പുരുലിയ എന്തോ പറഞ്ഞിട്ടൊരു ഗ്രാമം കേട്ടോ. ഞങ്ങളിത് അവിടേക്ക് ഇവിടെ ചെറിയ സൈഡിലായിട്ട് ഇങ്ങനെ സാധനങ്ങളൊക്കെ വിൽക്കുന്നത് കാണാൻ പറ്റും. ചെറിയൊരു മാർക്കറ്റ് പോലെ ഇതാ ഈ ഒരു ഏരിയയിലുണ്ട് കേട്ടോ. മാർക്കറ്റ് പോലെ നമുക്ക് കാണാൻ പറ്റും. കുറേ ചേച്ചിമാരൊക്കെ ഇരുന്നിട്ട്. അപ്പോൾ നമ്മളവിടെ കുറേ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ. കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഈ ഒരു ചെറിയൊരു ഏരിയ ആണ്. ഈ ഒരു ആള് നമുക്ക് എന്താ ചായ മേടിച്ചാൻ വേണ്ടി കൊണ്ടുവന്നു കേട്ടോ. കൺഫ്യൂഷനായിട്ട് നിന്നപ്പോൾ കണ്ടതാട്ടോ. നമുക്ക് കരൻ എന്നാട്ടോ പേര്. ഇവിടെ തന്നെ ഉള്ളതാണ്. ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്ന സ്ഥലം. ഇവിടെ ഒരു ചെറിയ ചായക്കട എടുത്തത്. ഇവിടെ എല്ലാം ചെറിയ കുട്ടി സ്ഥലങ്ങളാണ്. പക്ഷേ എന്നാലും കൊള്ളാം. ഇവിടെ ഒരു ഗേറ്റൊക്കെ ഉണ്ട്. ഈ ഗേറ്റ് ക്രോസ് ചെയ്തിട്ടാണ് നമുക്ക് പോകാൻ. നമ്മൾ അവിടെ ഇങ്ങനെ സ്റ്റക്കായതാട്ടോ. അവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കുമായിരുന്നു എവിടെ പോകണമെന്നൊക്കെ. അപ്പോൾ സംസാരിച്ചിട്ട് ഈ ചെക്കൻ നമുക്ക് വഴി കാണിച്ചു തന്നു കേട്ടോ. ഇവിടെ ഇതാ പഴമൊക്കെ വെക്കുന്ന കേട്ടോ. എനിക്കൊന്ന് ഇവിടെ തന്നെ ഉണ്ടാകുന്ന ടൈപ്പ് പഴമാണെന്ന് തോന്നുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് നമ്മളെ രസഗുള പോലത്തെ ഒരു സാധനം കേട്ടോ. इसका नाम क्या बोलते हैं? മിസ്റ്റി എന്നാട്ടോ ഇവിടെന്ന് പറയുന്നത്. നമ്മളൊരു പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കഴിക്കാനായിട്ട്. മിസ്റ്റി കഴിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പുള്ളി നമ്മൾ വരുന്ന വഴിക്ക്. അപ്പോൾ അതുപോലത്തെ ഒരു സാധനം കേട്ടോ, മിസ്റ്റി എന്ന് പറഞ്ഞ സാധനമാണ് ഇത്. ശരിക്കും നമ്മളൊരു രസഗുള പോലത്തെ ഒരു വേറൊരു ടൈപ്പ് സാധനം കേട്ടോ. വേറൊരു ടൈപ്പാണിത്. വെള്ള കളറിലുള്ളത്. ഇത് മറ്റേ രസഗുള എന്ന് പറയുന്നത് മറ്റേ എന്ത് കളറിലാണ് ഉണ്ടാകുക? വേറെ കളറില്ല, ബ്രൗൺ കളറിലായിട്ട് ഉണ്ടാകുക. ബോറോ എന്ന് പറഞ്ഞ ആൾക്കാരുടെ സ്ഥലമാട്ടോ ഇത്. അവിടെ നിന്ന് നമ്മൾ ഇവിടുന്ന് ചായ പിടിക്കാട്ടോ. നോക്കിയാൽ ഇതരി തന്നെ ബി ബോയ്സ് എന്ന് പറഞ്ഞൊരു ടീമുണ്ട് ഇവിടെ അല്ലേ. ഞങ്ങൾ കണ്ടിട്ട് ഞെട്ടിപ്പോയി. 23 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആട്ടോ അവിടെ. ഇവിടെ തന്നെയാണ് കേട്ടോ ആ സ്ഥലം. നമുക്കിതാ 2 ബോട്ടിൽ വെള്ളം കൂടി ചേച്ചി തന്നിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. നമ്മളായി പയ്യൻ ഇതാ പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇനി ഇവിടുന്ന് പോവാണ്. റൈറ്റിലോട്ട് കട്ട് ചെയ്തിട്ടാണ് പോകുന്നത്. ഈ ഒരു ബൈക്കാട്ടോ നമ്മൾ പോകുന്നത്. നേരെ അങ്ങ് ഗേറ്റൊക്കെ കടന്ന്
എങ്ങോട്ടേക്കാണ് ഉദൽഗുരിയിലേക്കാട്ടോ പോകുന്നത്. ഇനി കുറേ ടീ എസ്റ്റേറ്റ് ഒക്കെ കാണാമെന്നാണ് പറഞ്ഞത്. ഇനി അടിപൊളിയായിരിക്കും യാത്ര നമ്മളെ. ഇവിടെയൊക്കെയുള്ള കൂടുതൽ സ്ഥലങ്ങളിലും ബോറോ ആൾക്കാരാണ് കേട്ടോ ഉള്ളത്. നമ്മൾ ബോഡോ എന്നാണ് വായിക്കുക ശരിക്കും. ബോഡോ ആൾക്കാരാണ് കൂടുതലും ഈ ഒരു ഏരിയയിൽ കാണപ്പെടുന്നത് കേട്ടോ. നമ്മൾ വരുന്നതിലേക്ക് കുറേ കണ്ടു. അവരെ ഡ്രസ്സിന് ശൈലി കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. പക്ഷേ എല്ലാവരും നല്ല ചിരിച്ചു കളിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. അല്ലാണ്ട് വേറൊരു രീതിയിൽ ബാഡായിട്ട് നമുക്കൊന്നും ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. എല്ലാവരും നല്ല രീതിയിലാട്ടോ സംസാരിക്കുന്നത്. ചെറിയൊരു റോഡാണ്, അതായത് നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്ന ഉൾവഴി കൂടിയാണ്. മെയിൻ ഹൈവേ ഒക്കെ ഒഴിവാക്കിയിട്ട് ഉള്ളിലുള്ള റോഡൊക്കെ നോക്കിയിട്ട് ആ ഒരു വഴിക്കാട്ടോ പോകുന്നത്. അത് നല്ല റോഡുള്ള വഴികൾ ചില ആൾക്കാർ പറഞ്ഞു തരും. ആ ഒരു വഴി നമ്മൾ മാപ്പിൽ നോക്കിയിട്ടാണ് പോകുന്നത്. ഇടയ്ക്ക് ഇതേപോലെ കുണ്ടൊക്കെ ഉണ്ട്. ഓക്കെ ആ ഏയ് പുള്ളി നമ്മൾ അവിടെ നിന്ന് കണ്ടതാട്ടോ. 20 കിലോമീറ്റർ കൂടി ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇന്ന് നമ്മൾ 20 കിലോമീറ്റർ പോകില്ല. ഇങ്ങനെ ഗ്രാമങ്ങളൊക്കെ കണ്ടിട്ട് ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ സ്റ്റേ ചെയ്തിട്ട് നാളെയാണ് നമ്മൾ ഈ ബോർഡറിലേക്ക് പോവുള്ളൂ, ഭൂട്ടാൻ ബോർഡറിലേക്ക്. ഭൈരവ് കുണ്ട എന്നാണ് പേര് കേട്ടോ ഭൂട്ടാൻ ബോർഡറിൻ്റെ. അടിപൊളി സ്ഥലമല്ലേ? ഇതുണ്ടോ കുളമൊക്കെ, ഒരു വീട്ടിൽ തന്നെയുള്ള കുളമാണിത്. മിക്ക വീടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. സ്കൂളോ അങ്ങനെ എന്തോന്ന് തോന്നുന്നു. ആ സ്കൂൾ തന്നെ നല്ല രസമല്ലേ, ഒരു ഗ്രാമത്തിലെ സ്കൂള്. ഇവിടെ നോക്കിയ ഒരു പാടത്ത് ഫുള്ള് എന്തിൻ്റെയോ ഒരു പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ നിറഞ്ഞ് കിടക്കാം കേട്ടോ. സൂര്യനാണെങ്കിൽ അസ്തമിക്കാറുമായി. ഞങ്ങളാണെങ്കിൽ ഇതാ അങ്ങനെ തന്നെയുള്ളൊരു പാടം, 2 സൈഡിലും പാടം പോലത്തെ ഒരു സ്ഥലത്തുകൂടി സൈക്കിളിൽ പോവുകയാണ്. അയ്യോ, ഇന്ന് എവിടെ എത്തുന്നൊന്നും അറിയില്ല. ഇന്ന് വളരെ കുറച്ച് ദൂരേ വന്നിട്ടുള്ളൂ ഞങ്ങൾ. അവിടെ നോക്കിക്കേ, ഫുള്ള് നമ്മളെ കവുങ്ങാട്ടോ ഇങ്ങനെ സ്ഥിതി ചെയ്യുന്ന. അവിടെ ഒരു വീടും കാണാൻ പറ്റും. ഈ ഓട്ടോറിക്ഷ ഇവിടെ കുറേ ഉണ്ട് കേട്ടോ ഈ ഒരു ഗ്രാമത്തിൽ. പക്ഷെ നമുക്ക് അപകടകാരിയായിട്ടുള്ള രീതിയിൽ ഒന്നും വന്നിട്ടില്ല. വന്ന് നമ്മളിതാ മെയിൻ ഹൈവേയിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് മെയിൻ ഹൈവേ, ഇവിടുത്തെ ഉദൽഗുരിയിലേക്കൊക്കെ പോകുന്ന വഴി. ഇനി കുറച്ച് ദൂരം നമ്മൾ ഈ ഒരു വഴിയായിരിക്കും പോവുക. പിന്നെ ഏതെങ്കിലും പെട്രോൾ പമ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രാമത്തിലോ ഒന്ന് പോയി ചോദിക്കണം ടെൻ്റ് അടിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇവിടെ എന്തോ കല്യാണമൊക്കെ വരാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ഫുള്ള് പണിയെടുക്കുന്നുണ്ടോ, കല്യാണമൊക്കെ വരാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രാമത്തിൽ കൂടി ആട്ടോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഏതാ ഗ്രാമം എന്നൊന്നും അറിയില്ല. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ കുളമുണ്ട്, അതിൻ്റെ ബേക്കിൽ വീടുകളൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലം കേട്ടോ. ഫുള്ള് നോക്കിക്കേ, നീട് നിവർന്ന് കിടക്കാട്ടെ ഈ ഒരു റോഡ്. നമ്മളങ്ങനെ ലാസ്റ്റ് ഫൈനലി ടെൻ്റ് അടിക്കാനുള്ള ഒരു സ്ഥലം കിട്ടിയില്ലേ. നമ്മൾ വരുന്ന വഴിക്ക് ഒരു കാർ ഇങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നു പുറത്ത്. അപ്പോൾ നമ്മളിങ്ങനെ ചോദിച്ച്, അപ്പോൾ ഈ ചേട്ടൻ്റെ വീട്ടിലാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്നത്. പുതിയൊരു വീട് പണിതുകൊണ്ടിരിക്കുക കേട്ടോ ഇപ്പോൾ ഇവർ സ്റ്റേ ചെയ്യുന്നത് ഈ ഒരു ചെറിയ ഷെഡിലാണ്. ഇവിടെ അല്ലാണ്ട് വേറെ ഉടൽഗുരിയിലുണ്ടല്ലേ? അതെ, ഇപ്പം ഇവിടെ ഇങ്ങനെ പണിയൊക്കെ നടക്കുന്നതിനെ കൊണ്ട് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ടാണ് ഇവിടെ താമസിക്കുന്നത്. റവന്യൂ ഓഫീസിലല്ല വർക്ക് ചെയ്യുന്നത്. ഉദൽഗുരി ഇവിടുത്തെ ആസാമിലെ റവന്യൂ ഓഫീസിലാട്ടോ വർക്ക് ചെയ്യുന്നത്. അഞ്ജുവിനെ കണ്ടോ? ഇവിടെ ഇച്ചിരി തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിവിടെ ഇവിടെ അടുത്താണ് ഭൂട്ടാനൊക്കെ ഉള്ളത്. ഓ, ഇവിടെ വലിയ ലൈറ്റ് ഉണ്ട് കേട്ടോ. അത് ഓണാക്കാൻ വേണ്ടി പോയതാണ് ചേട്ടാ. തണുപ്പിങ്ങനെ ഇടയ്ക്ക് ദിവസം തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് നമ്മളിവിടുത്തെ ഫിൽട്രേഷൻ ചെയ്യുന്നൊരു സാധനം കേട്ടോ. അതായത് വെള്ളം ഇതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് ഇതിൻ്റെ അകത്ത് കുറച്ച് കല്ലും പിന്നെ നമ്മൾ ഇവർ തന്നെ ഒരു വീട്ടിൽ വന്ന കേട്ടോ. അതായത് ഇവരൊക്കെ ഇവിടെ ഉണ്ട്. ഇത് അവരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സാധനം തന്നെ കേട്ടോ, ബോറോന്റെ. എങ്ങനെയുണ്ട്? രാത്രി കേട്ടോ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. നടക്കാൻ വന്നാണ്, വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഫുള്ളായിട്ട് ഈ ഒരു വീട്ടിലാട്ടോ വന്നിരിക്കുന്നത്. എന്നെ കണ്ടോ? ഇങ്ങനെയാണുള്ളത്. ഈ സാധനമാണ് എനിക്ക് തന്നിരിക്കുന്നത്. ഇതാണ് പെണ്ണുങ്ങളെ തന്നിരിക്കുന്നത്. വീട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാട്ടോ. ബോറോട് എങ്ങനെ കേട്ടോ സംസാരിക്കുന്നത് നമുക്ക് കറക്റ്റ് അറിയാവുന്നില്ല.
നമുക്ക് നോക്കിക്കേ സ്ട്രോബെറി ആട്ടോ. ഇവിടെ തന്നെ ഒരു ഫാമിൽ ഉണ്ടായതാണ്. ഇത് ഇവർ നമുക്ക് തന്നിരിക്കുക കേട്ടോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. എത്രയാലേ കുറേ ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ തിന്നിട്ട്. നോക്കില്ലേ അത് നമ്മളോട് തന്നെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അങ്ങ് പോയി. അത് എന്താല്ലേ നമ്മൾ ഇവിടുന്ന് പോവാട്ടോ. ആ വീട്ടിൽ നിന്ന് പോയിട്ട് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് പോകണം. അത് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. രാത്രി ആയതുകൊണ്ട് തന്നെ നമുക്കൊരു റിക്ഷ കിട്ടിയപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതാണ്. തിരിച്ച് റൂമിലേക്ക് തന്നെ പോവാട്ടോ. ഇത് ഈ ചേട്ടൻ്റെ അച്ഛനാട്ടോ. ഈ അറിയപ്പെടാത്ത മ്യൂസിഷ്യൻ്റെ മ്യൂസിക് മാസ്റ്റർ ഉദൽഗുരിയിലുള്ള ഒരു മ്യൂസിക്കിൻ്റെ ഒരു സാധനമൊക്കെ എഴുതിയിട്ടുണ്ട് അല്ലേ. അതായത് എന്താ പറയുക, അതിനെ പറ്റിയിട്ട് ഒരു ബുക്ക് തന്നെ എഴുതിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പാട്ടോ, കുറേ കൊല്ലങ്ങൾ മുമ്പാണ് എഴുതിയത്. ഇതാ ഈ ചേട്ടൻ്റെ അച്ഛനാട്ടോ. നമ്മളൊരു സ്ഥലത്ത് വന്നാട്ടോ രാത്രി. ഇതാ ഈ ഒരു പയ്യൻ്റെ വീട്ടിലാട്ടോ വന്നിരിക്കുന്നത്. ഹായ്, നാം ക്യാ ഹൈ? मेरा नाम शिव पांडे है. ശിവപാണ്ഡെ. അപ്പോൾ നമ്മൾ ചേട്ടൻ്റെ വീട്ടിൽ വന്നപ്പോൾ നമുക്ക് ചായയൊക്കെ തന്നു കേട്ടോ. ഇതാ ആശ് പയ്യണ്ട കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന്. ഒരു ചെറിയ എപ്പുറം തന്നെയുള്ള വീടായിരുന്നു. രാത്രി നമ്മൾ നടന്നു വന്നല്ലേ അല്ലേ. നടന്നു വന്നപ്പോൾ ഇങ്ങോട്ടേക്കൊന്ന് കയറിയതാണ്. ഇവിടെ ഒരു ഫാമിലി കേട്ടോ. ആ ഓക്കെ, അവരൊരു സിസ്റ്റർ ആട്ടോ. ഇത് എന്താ ഈ ചേച്ചി ആട്ടോ. One of my kind sister. ഓക്കെ. We used to call her Api Bai. Cái rủ ra nó semua. നാം We are ക്യാ? Bangbarian. We used to call this place Bangbari. ബാംഗ്ബറി. ആ जाओ village. And Ah. her husband used to stay in Delhi. ഓക്കെ. Delhi. Chhattisgarh, no? Now he's staying in ഓ ഛത്തീസ്ഗഡ്. ഓക്കെ ഓക്കെ Shelby, no? ഓക്കെ. And there's a young, cute girl. Hey, Mama, don't name to Kodia. What's your name? Nita Das. Very nice. Nah, Lida. Just you speaking. ഓക്കെ. അപ്പോൾ നമ്മൾ വേഗത്തിൽ ചായ അടിക്കട്ടെ. ഇതാ നോക്കിയേ, അടിപൊളി. ഗുഡ് മോർണിംഗ്. ഇന്നത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പം നമ്മളിതാ ഇതിൻ്റെ ഉള്ളിലാണ് ടെൻ്റ് അടിച്ചിരിക്കുന്നത്. പുതിയ ടെൻ്റ് ആട്ടോ. ആദ്യമായിട്ടാണ് നമ്മളിവിടെ വന്നിട്ട് ടെൻ്റ് അടിക്കുന്നത്. 2 ദിവസമായിട്ട് ഓരോ വീട്ടിലായിരുന്നു സ്റ്റേ ഒക്കെ. അതുകൊണ്ട് ടെൻ്റ് അടിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇന്ന് നമുക്ക് ടെൻ്റ് അടിക്കാൻ പറ്റി. ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ. രാവിലെ തന്നെ കുളിച്ചിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങുകയാണ്. നമ്മളെ കൂടെ തന്നെ ഇന്നലെ നമ്മൾ നിന്ന വീട്ടിലുള്ള ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു, ഇവിടെ വീട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചിയുണ്ട്. അവരോട് തന്നെ പോവാട്ടോ. അഞ്ജുനെ നോക്കിയാൽ, അഞ്ജു ഹായ്. ഹായ്. അഞ്ജുനെ കാണുന്നില്ല ഇവിടെ. ഹായ്. കുളിച്ച അഞ്ചു. ഇത് കുളിച്ച അഞ്ചു. ഇത് ചേച്ചേട്ടാ. ദീദി ആപ്കാ നാം ക്യാ ഹൈ? മൈനു. മൈനു. മൈനു എന്നാട്ടോ പേര്. ഇത് ഇവിടുത്തെ വേലിയാട്ടോ. നമ്മളെ നാട്ടിലൊക്കെ പണ്ടുണ്ടായിരുന്ന മുള. ഇത് മുളയാണോ? മുളയല്ല, ഇത് മുള വെച്ചിട്ടാട്ടോ ഇത് ഫുള്ള് വേലി പോലെ തീർത്തിരിക്കുന്നത്. അങ്ങ് വരെ ഈ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തുള്ള ചേട്ടൻ്റെ സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഞങ്ങൾ 3 പേരും കൂടിയിട്ട് ഇവിടെ ഒരു സ്കൂളുണ്ട്. അവിടെ ഒന്ന് വെറുതെ ഒന്ന് കറങ്ങിയിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് നടന്നു പോവുകയാണ്. നോക്കിക്കേ വഴികളാണിത്. ഇത് മെയിൻ റോഡാട്ടോ. നമ്മളെ ഉദൽഗുരിക്കൊക്കെ പോകുന്ന മെയിൻ റോഡാണ് ഈ കാണുന്നത്. ഒരു ചെറിയ കടകളൊക്കെ ഉണ്ട്. ഇത് മെയിൻ ഒരു സ്കൂൾ വരുന്നുണ്ട്, സെൻറ്റ് പോൾസ് സ്കൂൾ. എന്താ ബെങ്ബറി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മളിപ്പോൾ കറക്റ്റ് ഉള്ളത്. അവിടുത്തെ ഒരു സ്കൂളാട്ടോ ഇത്. അതായത് ഉദൽഗുരി ഡിസ്ട്രിക്റ്റിൽ വരുന്നൊരു സ്ഥലമാണ്. കടകളൊക്കെ കണ്ടോ. ക്ലിപ്പൊക്കെ കൊടുക്കാൻ പറയുന്നുണ്ട്, എന്തിനാണെന്നറിയില്ല.
എന്നെ കണ്ട് പേടിക്കാൻ ഇവിടുത്തെ സ്കൂളൊക്കെയാണിത്. 1ാം ക്ലാസ് മുതൽ അറിയില്ല എന്ന് പറയുന്നത്. നമ്മൾ ചേച്ചിയുടെ മോളെ കാണാൻ വേണ്ടി വന്ന കേട്ടോ. ചേച്ചിയുടെ മോൾ ഇവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണ് 10ാം ക്ലാസ്സിൽ. അപ്പം അങ്ങനെ അങ്ങോട്ടേക്കാണ് വന്നത്. ബൈ. അപ്പോൾ കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്ത് പറഞ്ഞു വിട്ട്. ഇത് ഹോസ്റ്റലാട്ടോ ഈ സ്കൂളിൻ്റെ. നമ്മളപ്പോൾ അങ്ങോട്ടേക്ക് ഇനി പോകുന്നത്, ഇനി തിരിച്ചങ്ങോട്ടേക്ക് തന്നെ പോകും. 5 വലിയ ഒരുങ്ങി കെട്ടി നിന്നതാണ്. പക്ഷെ നല്ല വെയിലവിടെ അല്ലേ, എവിടെയും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. പുള്ളിക്കാരൻ്റെ നമ്മൾ നിന്ന സ്ഥലത്തുള്ള ചേട്ടൻ്റെ വയൽ, നെൽവയലൊക്കെയുള്ള സ്ഥലമൊക്കെ ഉണ്ടെന്നായിരുന്നു പറഞ്ഞത്, കൃഷിയിടങ്ങളൊക്കെ. പക്ഷെ അങ്ങോട്ടേക്ക് പോകാനായിട്ട് ചർച്ച് ഇത് പണ്ട് 1865 ബ്രിട്ടീഷുകാർ പണിതതാട്ടോ. 1865 പണിതൊരു ചർച്ചാണ്. കുറേ വർഷം പ്രായമുണ്ട്. ഇനി ഏകദേശം എത്ര ഉണ്ടാവും പറ 2025 കുറക്ക്. ആ 160 വർഷം പഴക്കമുള്ള ഒരു ചർച്ചാണ് ഇത്. പഴയ ഒരു ചർച്ചാണ്. ഇപ്പം പൂട്ടിയിട്ടിട്ട് ഓപ്പൺ ആണെന്ന് അറിയില്ല. ഞായറാഴ്ചയല്ലേ ഓപ്പൺ ആക്കുള്ളൂ. നമ്മളെ കേരളത്തിലല്ലേ ഫസ്റ്റ് ചർച്ച വന്ന് ഇന്ത്യയിലുള്ള തന്നെ ആണെന്ന് തോന്നുന്നു. ഫസ്റ്റ് പള്ളി, മുസ്ലിം പള്ളിയും ഫസ്റ്റ് ചർച്ചും വന്നത് കേരളത്തിലാണെന്നാണ് എൻ്റെ ഒരു ഐഡിയയിനകത്തുള്ളത്. കറക്റ്റ് അറിയില്ല. ഹോളി കമ്മീഷൻ സർവീസ് എവരി ഫസ്റ്റ് സൺഡേ ഓഫ് ദി മന്ത്. എല്ലാ മാസത്തിലും ഒരു പ്രാവശ്യം, ഒരു സൺഡേ, ഫസ്റ്റ് സൺഡേ ഇത് ഓപ്പൺ ആക്കുന്ന പറയുന്നത്. ഇപ്പം ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരു ഗ്രാമത്തിലേക്കാണ്. ഏത് ഗ്രാമമാണെന്നറിയില്ല. 5 പറയൂ. 5 കാര്യമായിട്ട് വ്യക്തമായിട്ടൊന്നും അറിയില്ല. 5 ബസ്റ്റി എന്നാണ് കേട്ടിട്ടുള്ളൂ. പക്ഷെ അതെന്താണെന്ന് പോലും അറിയില്ല. ഓ, തേയിലത്തോട്ടം. അങ്ങനെ ആസാമിലെ തേയിലത്തോട്ടം കണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതാണ് ആസാമിലെ തേയിലത്തോട്ടം. കുറച്ചായിട്ട് ഓരോ ഭാഗത്ത് കാണുന്നുണ്ട് കേട്ടോ. ചായപ്പത്തിക്ക ഇതുണ്ടോ, ഫുള്ള് തേയിലത്തോട്ടം ഇങ്ങനെ നിറഞ്ഞാടുകയാണ്. ഇങ്ങ് വരണ്ട കേട്ടോ. എന്താ അല്ലേ, ചുവന്ന പൂ, തീപ്പൂവും കൊണ്ട് 5 പോവുകയാണ്. ചേച്ചി നമ്മളാ ഇവിടുത്തെ ഗ്രാമങ്ങളൊക്കെ കാണിച്ചു തരാൻ കൊണ്ടുപോകട്ടോ. നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ ആൾക്കാരിങ്ങനെ നോക്കും. ചേച്ചികളെല്ലാം കൊണ്ട് പിടിച്ചു നിൽക്കാം നമുക്ക്. അതിൻ്റെ ഒറ്റൊരു ബലത്തിലാണ് ഞങ്ങൾ പോകുന്നത്. ഇവിടെ കണ്ടോ മുളമരമൊക്കെ. ये बाम्बू का ट्री है ना, ये बाम्बू इधर ही पहले ज़्यादा था, अभी पूरा कट करे कम हो गया ना. പണ്ട് കുറേ ഉണ്ടായിരുന്നു, അത് കട്ട് ചെയ്ത് ഇപ്പം വളരെ കുറച്ചായിട്ടുണ്ട്. കാരണം ഇവിടുത്തെ വീടുകൾ മൊത്തം അല്ല, അങ്ങനെയാണ് ശരിക്കും. കാരണം ഇതൊക്കെ കട്ട് ചെയ്ത് കണ്ടാൽ മനസ്സിലാവില്ലേ ഒരാൾക്ക്. കണ്ടോ, ഇതൊക്കെ കട്ട് ചെയ്ത് എടുക്കുകയാണ്. കാരണം എന്തുകൊണ്ടാ? യെസ്, അഫ്കോഴ്സ്, മുള കൊണ്ടാണ് ഇവിടുത്തെ വീടുകൾ മൊത്തം നിർമ്മിച്ചിരുന്നത് പണ്ട് കാലത്ത്. എന്ത് നോക്കിയാലും നമുക്ക് മുള കാണാൻ പറ്റില്ല. ആ ഒരു ചെറിയൊരു സാധനം കണ്ടോ, അതിന് വരെ മുളയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ഈ വേലി ഉണ്ടോ, ഈ വേലിക്ക് വരെ മുളയാണ് യൂസ് ചെയ്തത്. ഇപ്പോഴാണ് കുറച്ച് ബിൽഡിങ്ങുകൾ വന്നു തുടങ്ങിയത് പുതുതായിട്ട്. എങ്ങനത്തെ ബിൽഡിങ്ങുകളാണ് 5 വന്നത്? ഇതുപോലത്തെ ബിൽഡിങ്, അതായത് സിമെൻറ്റ് കൊണ്ട് തേച്ചിട്ടുള്ള ബിൽഡിങ്ങുകൾ ഇപ്പോഴാണ് വന്നത്. ചെമ്പത്തിൻ്റെ മരമല്ലേ ഇത്? നമ്മുടെ നാട്ടിലും പണ്ട് ഇതേപോലെ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ ഇങ്ങനെ സൈഡിലൊക്കെ കുഴിച്ചിട്ടിട്ട് മരങ്ങളായി വരും. എന്നിട്ട് അവർ നമ്മളിപ്പോൾ ഒരു സ്ഥലത്തും കാണുന്നില്ല, കാരണം എല്ലാം വെട്ടി സ്ഥലം പോലും ഇല്ല. ഇതായത് കണ്ടോ, നമ്മുടെ നാട്ടിൽ അന്യൂനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് തുമ്പപ്പൂ. ഇവിടെ ഇഷ്ടംപോലെ നമുക്ക് കാണാൻ പറ്റും. അതാണ് ആസാമിലെയും കേരളത്തിലെയും ഒരുപോലെ തോന്നിക്കുന്നു എന്ന് പറയുന്ന നിമിഷങ്ങളില്ലേ ഇതൊക്കെ കേട്ടോ. ഇവിടെയൊക്കെ കുറച്ച് അത്യാവശ്യം ഡെവലപ്പായിട്ടുള്ള വീടുകളൊക്കെ ആട്ടോ നമ്മൾ കാണുന്നത്. വേലികൾ നോർമലി ആസ് യൂഷ്വൽ കാണുന്ന പോലെ തന്നെ ഈ ഒരു വേലി നമ്മളെ മുള വെച്ചിട്ടുള്ള വേലി തന്നെയാണ് കേട്ടോ ഇവരെല്ലാ സ്ഥലത്തും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെയൊക്കെ പുതിയ വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. ഏതൊരു ഗ്രാമത്തിൽ വീട്ടിലേക്ക് നമ്മളെ വിളിച്ചോണ്ട് പോവാ. നീ എന്തിനാ പേടിച്ചവിടെ നിന്ന്? അതുകൊണ്ട് എന്തൊക്കെയുണ്ട് ചുറ്റം. 5 പേടിയാണ് അവരുടെ സ്ഥലത്ത് പോകാനൊക്കെ. 5 പേടിച്ച് നിൽക്കും. നമ്മളിവിടെ എവിടെയോ വന്നതാ.
কি হয় ভণ্টি ক'লে হ'ল ভণ্টি ഇതിവിടെയുള്ള സ്റ്റാർ ഫ്രൂട്ടിൻ്റെ മരം കേട്ടോ. നമ്മളെ കടകളിലൊക്കെ കിട്ടുന്ന സാധനമാണ് സ്റ്റാർ ഫ്രൂട്ട്. ഒരു പുളിയൊക്കെ ഉള്ളൊരു സാധനം കേട്ടോ. അതിൻ്റെ ഒരു മരമാണിത്. നമ്മുടെ നാട്ടിൽ പുളിയൊക്കെ ഞാൻ ശരിക്കും വിചാരിച്ചാൽ തന്നെ ചക്കേൻ്റെ ഒരു മരമുണ്ട്. ചക്കയ്ക്ക് ഇതേപോലത്തെ ഒരു ഇല വരുന്നുണ്ട്. ചെറിയ ചക്ക, ആത്തച്ചക്ക എന്ന് പറയും. അതിൻ്റെ ടൈപ്പാണെന്നാണ് വിചാരിച്ചത്. പിന്നെ വേറെ ടൈപ്പാണ്. അപ്പോൾ ഞാനതാണെന്നാണ് വിചാരിച്ചത്. ഇങ്ങനെ ഉണ്ടോ ഇവിടെ ഒക്കെ ഉണ്ട് ഇങ്ങനെ കിടക്കുന്നത്. സ്റ്റാർ ഫ്രൂട്ടാട്ടോ. മൊത്തം ഇങ്ങനെ പഴുത്ത് കിടക്കുകയാണ്. ഓക്കെ, ഇവിടുത്തെ ചോട്ടനോട് 5 കളിച്ചോണ്ടിരിക്കുക കേട്ടോ. നാം ക്യാ ഹൈ? എലീന. എലീന. ഓ എലീന എന്നാട്ടോ പേര് ചോട്ടൻ്റെ. എനിക്ക് കളിക്കുന്നത് വന്ന മൂന്ന് കളിക്കുന്നത്. ഹായ്. ഇവിടുത്തെ ഈ വീട്ടിൽ വന്നപ്പോൾ കേട്ടോ, ഇവിടെ ചേട്ടൻ പറഞ്ഞ ചേട്ടന് 2 കൊല്ലം ട്രിവാൻഡ്രം വർക്ക് ചെയ്തിട്ടുണ്ട്. अब केरला में गया है ना? अच्छा है ना केरला? लोग कैसे है उधर? ഇത് ഇവരെ വീടാട്ടോ. ഇപ്പോൾ ഫുള്ള് മാറിയിട്ടുണ്ട്. പണ്ടത്തെ പോലെ ഒന്നല്ല. ഇത് നമ്മൾ കണ്ട വീട് വേറേതായിരുന്നു ഇതുവരെ. പക്ഷേ ഇത് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി. കോഴിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് ഇവരെ തന്നെ കൃഷിയിടത്തിലുള്ള നെല്ലാട്ടോ. നമുക്ക് ഇത് ഉണക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. കുറേ ഉണ്ട്. പട്ടിക്കുട്ടിയൊക്കെ ഉണ്ട്. ഓക്കെ, പട്ടിക്കുട്ടിയൊക്കെ ഉണ്ട് ഇവിടെ ചെറിയ. നമുക്ക് അവിടെ പോയിരിക്കുക. നമ്മൾ തിരിച്ചു പോവാം കേട്ടോ. ഇതാണ് ബെറാപ്പിൾ. നമ്മൾ ഇതിനു മുമ്പ് കഴിച്ചതൊക്കെ എന്താ സാധനം? വേറെ സാധനമല്ലേ, പുളിയച്ചാറിൻ്റെ സാധനം കേട്ടോ. ഇത് ബെറാപ്പിൾ. ഇത് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ടൈപ്പാണ്. മറ്റേത് വളരെ റെയർ ആട്ടോ. അതുണ്ട്, പക്ഷെ നമുക്കിപ്പോൾ സാധ്യതയില്ല. ഈ ബെറാപ്പിളൊക്കെ ഇവിടെ കടകളിലൊക്കെ വിൽക്കുന്നത് കാണാൻ പറ്റും. ആക്ച്വലി നമ്മൾ ഇവിടെ ഒരു മാർക്കറ്റിൽ വന്നാണ് ചിക്കൻ മേടിക്കാൻ അല്ലേ. ചിക്കൻ മേടിക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ വന്നാണ്. ഇവിടെ തൂക്കുന്ന സാധനം കണ്ടില്ലേ? നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ തൂക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാധനം വെച്ചിട്ട് മീനൊക്കെ വെക്കുന്നൊക്കെ ഇങ്ങനെ തൂക്കൂലേ, ആ ഒരു ടൈപ്പ് സാധനം വെച്ചിട്ടാണ് ഇവിടെ എല്ലാ കടകളിലും, മിക്ക കടകളിലും ഇങ്ങനെയാണ് തൂക്കുന്നത് അല്ലേ. നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്നു, ഇപ്പം മൊത്തം ഇലക്ട്രോണിക്സ് ഉണ്ടായി. ഈ ഒരു ടൈപ്പിലാണ് തൂക്കുക. അപ്പുറം കല്ല് വെച്ചിട്ട് ഇങ്ങനെ അളന്നിട്ട് തൂക്കി കൊടുക്കുകയാണ് ചെയ്യാറ്. ഇവിടുത്തെ ഒരു നഴ്സറി ആട്ടെ ഇത്. ഈ ഒരു പൂവിനൊക്കെ ഇല്ലേ, ചെട്ടിക്കൊക്കെ 20 രൂപയായിട്ടേ ഉള്ളൂ കേട്ടോ. ഇവിടെ ചെറിയ പൈസക്ക് ചെടികളൊക്കെ കിട്ടും. നമ്മൾ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവുക കേട്ടോ. അതായത് നമ്മൾ നിന്നത് ആശീഷ് ഭയ്യ എന്ന് പറഞ്ഞ ആളെ വീട്ടിലായിരുന്നു. ഇപ്പം നമ്മൾ പോകുന്നത് ചേച്ചിയുടെ വീട്ടിലാട്ടോ. അതവിടെ ഉറക്കുന്ന ചേച്ചിയാണിത്. ഇതൊക്കെ മറ്റേതുള്ള വീടാട്ടോ, മറ്റേ കളിമണ്ണ് കൊണ്ട് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന വീട്. ഈ ഒരു വഴിക്കൂടെ കേട്ടോ പോകുന്നത്. തെങ്ങൊക്കെ ഉണ്ട് ഇവിടെ, തേങ്ങയൊക്കെ ഉണ്ടായോ. ചെറിയൊരു വയ്യാട്ടോ. ഇതൊക്കെ ഈ നമ്മളെ അടക്കയില്ലേ, അടക്കേൻ്റെ സാധനം ഇങ്ങനെ കുഴിച്ചിട്ട് മുളപ്പിച്ചിട്ട് വരുത്തിക്കാട്ടെ. ഇവർ കുറേ മുളച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിതാ ഇങ്ങനത്തെ ഒരു വഴിക്കൂടി തന്നെയാണ് നടന്നു പോകുന്നത്. അഞ്ജു എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? നല്ല പൊരി വെയിലാട്ടോ. അപ്പോൾ ആ ഒരു സമയത്താണ്. രാത്രി തണുപ്പുള്ളൂ, ഉച്ചക്ക് നല്ല ചൂടാണ്. രാവിലെ നല്ല കാറ്റൊക്കെ ഇല്ലായിരുന്നോ? ഇവിടെ തന്നെ ആണെങ്കിലും വെള്ളത്തിനാണെങ്കിൽ നല്ല തണുപ്പാണ്. ഇപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മൾ വെയിലുള്ള സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ അത്യാവശ്യം തണുപ്പ് കിട്ടും. പക്ഷേ വെയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒടുക്കത്തെ വെയിലാട്ടോ. ഓ ഇവരെ ചേച്ചിയുടെ സ്ഥലമാട്ടോ അപ്പുറത്തുള്ളതൊക്കെ. ഇവിടെ എല്ലാവർക്കും സ്ഥലങ്ങളുണ്ട്. വെള്ളമില്ലാത്ത കുളം. ഈ ആൾക്കാരെ ഇതാട്ടോ ഇച്ചിരി വീട്. ഒരു മോള് ഇവിടെ ഉണ്ട്.
ആപ്കാ ബേട്ടി ഓ അതാട്ടോ മറ്റേ പെൺകുട്ടി 3-4 മക്കളാണ്. ഒരു മോന് മുംബൈയിൽ വർക്ക് ചെയ്യാണ്, ഒരു മോള് നേഴ്സിംഗ് പഠിക്കുകയാണ് ഹൈദരാബാദ്. ഒന്നിനെ നമ്മൾ നേരത്തെ കണ്ട 10ാം ക്ലാസ് പഠിക്കുന്നത്, ഒന്നിതാ ഇപ്പം കണ്ട ഇത് പെൺകുട്ടി കേട്ടോ, ഇതാട്ടോ. ഹായ് നാം ക്യാ ഹൈ? कोनिका बसुमतारी. ഇവിടെ തന്നെ കേട്ടോ നമ്മളെ താമസം അല്ലേ. അപ്പോൾ നാളെ ഇന്ന് ഇവിടെ തന്നെ നിന്നിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് ഇവിടെ കുറച്ച് ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങി 2 പേര് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി തന്നിട്ടോ. നേരത്തെ ചിക്കൻ വാങ്ങാൻ പോയില്ലായിരുന്നു, ഉറങ്ങി, ഇവളെ ഉറങ്ങി, ഞാനവിടെ ഇരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്ത് അങ്ങനെ കുറേ സമയം പോയി, രാത്രി ആവാറായി. അപ്പോൾ എന്താ പറ, നമ്മൾ അരുണാചലിലേക്ക് നാളെയാണ് പോകുന്നത്. നാളെ അരുണാചൽ എത്തൂല, നമ്മൾ ഭൈരവ്കുണ്ട എന്ന് പറഞ്ഞൊരു ബോർഡർ ഉണ്ട്, ഭൂട്ടാൻ ബോർഡർ. ഭൂട്ടാൻ, ആസാം, അരുണാചൽ എല്ലാം കൂടി പങ്കിടുന്ന ഒരു ഇടമാണ്. അവിടെ പോയിട്ട് അവിടെ നിന്നിട്ട് ജസ്റ്റ് ഒന്ന് ഭൂട്ടാനിൽ കയറും. ഭൂട്ടാനിൽ കയറിയിട്ട് നമ്മൾ അരുണാചലിലേക്ക് പോകും. അരുണാചലിൽ മഞ്ഞ് കാണാൻ പോവുകയാണ്. അവിടെ എത്തുമ്പോഴത്തേക്ക് മഞ്ഞുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ അടുത്തടുത്ത വീഡിയോയിലായിരിക്കും. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ആയിരിക്കും. പുതിയ ഗ്രാമ കാഴ്ചകൾ ഇനി ഞാൻ വീഡിയോയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എവിടെ വെച്ച് മാറിപ്പോയി, എന്തായിരുന്നു ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ. അടുത്ത നല്ല ഗ്രാമ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.